യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ധ്യാനിച്ചത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമായിരുന്നല്ലോ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന്റെ അടുത്ത വാക്യമാണ്, 18-ാമത്തെ വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. അടുത്ത വേദഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസം വായിച്ച് ധ്യാനിക്കുന്നതാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദുർനടപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ദുർനടപ്പ് നിമിത്തം നമുക്കുണ്ടാകാവുന്ന അപകടങ്ങൾ, എന്തുകൊണ്ടാണ് ദുർനടപ്പ് ഉണ്ടാകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് വീഞ്ഞ് എന്നുള്ളതായ കാര്യം. വീഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് അങ്ങനെ ഒരു പദപ്രയോഗം പൊതുവെയില്ല. എങ്കിലും വൈൻ എന്നുള്ള അർത്ഥത്തിൽ ആളുകൾ അത് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മദ്യപാനം, മദ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം ഇന്ന് പല ആളുകളും തങ്ങളുടെ ജീവിതത്തെ ആസ്വാദികരമാക്കുവാൻ ആഗ്രഹിക്കുന്നത് മദ്യപാനത്തിലും അതേപോലെ തന്നെ അതിലൂടെ ലഭിക്കുന്നതായ ചില ബന്ധങ്ങളിലൂടെയുമാണ്, അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്നതായ ലഹരിയിലൂടെയാണ്. ഇത് ഉണ്ടാക്കുന്ന അപകടം എത്രയോ ഭീകരമായ ഒരു കാര്യമാണ്. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവർ എന്ന് അവകാശപ്പെടുന്നതായ ഞങ്ങളുടെ ചില സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് കടന്നു ചെന്നത്. അപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ഉല്ലസിക്കാൻ പോകുക, സന്തോഷിക്കാൻ പോകുക, താങ്കളെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനത് കുടിക്കില്ല, അല്ലെങ്കിൽ ഞാനത് പ്രവർത്തിക്കുന്ന ഒരാളല്ല. കാരണം ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു. എന്നാൽ അത് അവരുടെ ആത്മീയമായ വിദ്യാഭ്യാസമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, വർഷത്തിലൊരിക്കൽ ഇച്ചിരി മദ്യം കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ വർഷത്തിലൊരിക്കലല്ലോ മദ്യപിക്കുന്നത്, എല്ലാ ദിവസവും നിങ്ങൾ മദ്യപിക്കുന്നവരാ. മാത്രമല്ല, വർഷത്തിലൊരിക്കലാണെങ്കിലും എല്ലാ ദിവസവും മദ്യപിക്കുകയാണെങ്കിലും വീഞ്ഞ് അല്ലെങ്കിൽ മദ്യപാനം എന്നുള്ളത് ദൈവരാജ്യത്തിൽ നിന്നും നിങ്ങളെ പുറന്തള്ളുന്ന ഒന്നാണ്. മറ്റ് സ്വഭാവങ്ങൾ, ഞാൻ അതിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നതായ ഒരു സ്വഭാവത്തെക്കുറിച്ച് അവരോട് സൂചിപ്പിച്ചിട്ട് ചോദിച്ചു, ഈ ഒരു കാര്യം, ഈ ഒരു പാപ ചിന്ത അല്ലെങ്കിൽ ഈ ഒരു പാപ പ്രവൃത്തി നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ, അല്ല വർഷത്തിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണോ അല്ലയോ? അവർ പറഞ്ഞു, തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ അതേ ലിസ്റ്റിൽ തന്നെയാണ് ഈ മദ്യപാനത്തെ കുറിച്ച് പറയുന്നത്. പൊതുവെ ആളുകൾ അത് നൽകുന്നതായ സുഖം, അതുപോലെ അത് നൽകുന്നതായ ബന്ധങ്ങൾ, ഇവയെല്ലാം ഓർത്തുകൊണ്ട് മദ്യപാനത്തെ ഒരു പാപമല്ലാതാക്കി ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം അത് എത്രത്തോളം ഹാനികരമാണ്, അത് എത്രത്തോളം ദൈവരാജ്യത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില വേദഭാഗങ്ങൾ അത് സംബന്ധിച്ച് ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗങ്ങളാണ്. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ദൈവവചനത്തിന്റെ ഉപദേശമായി തന്നെ പറയുന്നുണ്ട്, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. പകൽ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും ആളുകൾ രാത്രിയിൽ മറ്റാരും കാണുന്നില്ല എന്നുള്ളതായ ചിന്തയിൽ മര്യാദ കെട്ട് നടക്കുമ്പോൾ, പകൽ ആളുകൾ, പകൽ മാന്യന്മാർ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ, ഈ പകല് മര്യാദയായിട്ട് നടക്കുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മര്യാദയായിട്ട് നടക്കുക. മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു, മോഷ്ടിക്കുന്നവർ രാത്രി മോഷ്ടിക്കുന്നു, മറ്റ് നീചകർമ്മങ്ങൾ ചെയ്യുന്നവർ രാത്രി ചെയ്യുന്നു. കാരണം ഒരു ഇരുട്ടിന്റെ മറവ് അവർ അവിടെ പ്രതീക്ഷിക്കുന്നു, അങ്ങനെ അവർ കാണുന്നു. എന്നാൽ പകല് അങ്ങനെയുള്ള യാതൊരു സ്വഭാവവും പലരും എടുക്കാറില്ല എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നാം പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കണം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഇതെല്ലാം തന്നെ പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്നതായ ആളുകളുണ്ട്.
അതുകൊണ്ട് നമ്മൾ മര്യാദയായി നടക്കണമെന്ന് ഇവിടെ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. അതിൽ ഏറ്റവും നമ്മെ ദുഷിപ്പിക്കുന്ന ഒന്നാണ് മദ്യപാനം. അത് നിമിത്തം നമുക്കുണ്ടാകാവുന്ന പാപ സ്വഭാവങ്ങളെക്കുറിച്ചും ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മദ്യപാനികളുമായി നമുക്ക് സംസർഗം പാടില്ല എന്ന് നമ്മെ ഉപദേശിക്കുന്ന വേദഭാഗവുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11 മുതലുള്ള ചില വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. കാരണം മദ്യപാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയപ്പെട്ട എല്ലാവിധമായ സ്വഭാവങ്ങളിലേക്കും നമ്മൾ കടന്നുപോകും. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് താൻ വീണ്ടും പറയുന്നു. അവിടെ തന്നെ താൻ പറയുന്നുണ്ട്, ഞാൻ മുമ്പേ നിങ്ങളോട് എപ്പോഴും പറഞ്ഞതാണ്, അത് ഇപ്പോഴും ഞാൻ പറയുന്നു, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കു മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നോക്കണേ, ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവർ ഈ മദ്യപാന ആസക്തിയിൽ നിന്നും അവർ മാറി നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. പല ആളുകളും പറയുന്നതായ ഒരു കാര്യമാണ്, യേശു വീഞ്ഞുണ്ടാക്കിയില്ലേ? യേശു വീഞ്ഞുണ്ടാക്കിയത് മദ്യപാനത്തിന്റെ ഭാഗമായിട്ടല്ല, മദ്യം എന്നുള്ള ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടല്ല. അന്ന് യഹൂദന്മാരുടെ വിവാഹ സൽക്കാരങ്ങളിൽ ഒരു വിഭവമായി വിളമ്പുന്നതായ ഒരു വീഞ്ഞാണ് അവിടെ കൊടുത്തത്. അത് മദ്യപാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവം എടുത്തുകൊണ്ട് നമുക്ക് അത് ഈ ഒരു കാര്യത്തിന് തെളിവാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനം, ഈ ഒരു വിഷയത്തിലാണെങ്കിൽ മദ്യപാനത്തെക്കുറിച്ചുള്ള ദൈവവചനത്തിന്റെ വീക്ഷണം എത്രയോ വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു. അവിടെ എല്ലാം തന്നെ പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ യേശുക്രിസ്തു കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതല്ല നമ്മളുടെ പാപപ്രവൃത്തിയെ സാധൂകരിക്കേണ്ടത്. മറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് മദ്യപാനത്തെക്കുറിച്ചുള്ള വീക്ഷണമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ ഇപ്രകാരം മദ്യം കഴിച്ച് ഒരു നിറഞ്ഞ അനുഭവത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് ബദലായി ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ഒക്കെ കാരണമാകാവുന്ന ആത്മാവിലുള്ള നിറവിനെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലഹരിയായി മാറേണ്ടത്, നമ്മുടെ സന്തോഷമായി മാറേണ്ടത് മദ്യപാനമല്ല, ആത്മാവിലുള്ള നിറവാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്നെ കേൾക്കുന്ന മദ്യപാന ശക്തികളിൽപ്പെട്ട ഉഴലുന്നതായ ആളുകളെ, പ്രിയമുള്ളവരെ, ഇതൊരു പാപം ആയതുകൊണ്ട് ഈ പാപത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. നിങ്ങളെ മദ്യപാനിയാക്കുന്നതും പിശാചാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ മദ്യപാനത്തിലേക്ക് തള്ളിയിടുന്നതും പിശാചാണ്. അപ്പോൾ ആ പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും വിമോചനമുണ്ട്. കർത്താവ് യേശുക്രിസ്തു താൻ വന്നത് പിശാചിന്റെ പ്രവൃത്തിയിലെ അഴിപ്പാനാണ്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ആ പൈശാചിക പ്രവൃത്തിയിൽ നിന്നും വിടുതൽ പ്രാപിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവവചനം അനുസരിക്കുക, ദൈവവചന പ്രകാരം ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ മരുന്നിന് കഴിയാത്തതായ, കൗൺസിലേഴ്സിന് കഴിയാത്തതായ മദ്യപാനത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾക്ക് നൽകുവാൻ കർത്താവ് യേശുക്രിസ്തു വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു മദ്യപാനി അല്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എത്രയോ പേർ മദ്യപാനികളായി ഈ ലോകത്തിൽ അവർ യാതൊരു ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരോട് ഈ സുവിശേഷം, അവരോട് ഈ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചമായ കർത്താവ് യേശുക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുവാനും അതുവഴി അവരുടെ ജീവിതം രൂപാന്തരപ്പെടുവാനും ദൈവം ഇടയാക്കി തീർക്കും. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യപാനത്തിന്റെ ആ കെട്ടിൽ വീണ് അവരുടെ ജീവിതം എല്ലാം താറുമാറായി പോകുന്നതായ അനുഭവമുണ്ട്. കർത്താവെ, വിശുദ്ധ വേദപുസ്തകം എത്രയോ വ്യക്തമായി മദ്യപാനത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നു. ഈ ലോകത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് മദ്യപാനം മൂലമാണ്.
ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇപ്രകാരമുള്ള ജീവിത അനുഭവങ്ങളുടെയും ലഹരി മരുന്നുകൾ, അതേ കർത്താവെ, ഈ ദിവസങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നതായ ഇങ്ങനെയുള്ള പ്രവണതകളാണല്ലോ. കർത്താവെ, വാസ്തവമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അങ്ങയുടെ മക്കൾ പിടിക്കപ്പെടുവാനും ദൈവികമായ അനുഗ്രഹവും അതേപോലെ തന്നെ ആത്മാവിന്റെ നിറവും അവർ അനുഭവിച്ച് കർത്താവെ, ദൈവരാജ്യം അവകാശമാക്കുന്നവരായി തീരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.